അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിലായി മീസാൻ്റെ മാലി ഫീലും മുളാരിയായ ഫീലും അതുപോലെ അംറ്, നഹി എന്നിവ പഠിച്ചു. അതിൻ്റെ ശേഷം തൗക്കീദിൻ്റെ നൂന് ഉണ്ടെന്നും ഒരു നൂനിൻ്റെ പേര് ശക്കീലയുടെ നൂന് എന്നും മറ്റേത് അഫീഫയുടെ നൂന് ആണെന്നും പറഞ്ഞിരുന്നു. രണ്ടു തരമാണ് തൗക്കീദിൻ്റെ നൂനുകൾ ഉണ്ടാവുക എന്നും തൗക്കീദിൻ്റെ നൂന് ശക്കീലയായ നൂന് പ്രവേശിച്ചാൽ മുസ്തഖ്ബിലിൽ പ്രവേശിച്ച ഉദാഹരണവും നമ്മൾ കഴിഞ്ഞു. ഇനി അഫീഫയുടെ നൂന് ഉണ്ട്. ശക്കീലയുടെ നൂന് എന്ന് ഷദ് വരും. അത് മുസ്ബത്തിൽ, അതായത് ഒരു പ്രവൃത്തി ഉണ്ടാകും, പ്രവർത്തിക്കും എന്ന് പറയുന്ന മുസ്ബത്തിൽ ഫതഹാക്കപ്പെട്ട ലാമോട് കൂടിയാണ് അത് വരിക. ല യഫ്അലന്ന അത് നമ്മൾ പറഞ്ഞു. അതുപോലെ മജൂലാകുമ്പോൾ ല യുഫ്അലന്ന എന്നും പറഞ്ഞു. മംഫിയിൽ ലാമ് ഉണ്ടാവുകയില്ല, പകരം നഫിയുടെ ലാ ആണ് ഉണ്ടാവുക എന്നും പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഫീഫയായ നൂനിനെ കുറിച്ചാണ്. ഫസിലുൻ, ഇതൊരു ഫസിലാണ്. അൽ ഫീലു മുളാരിയിൽ മഅറൂഫ് മുസ്ബത്ത് അൽ മുഅക്കദ് ബിന്നൂനി അഫീഫ. അൽ മുസ്തഖ്ബിൽ മഅറൂഫ് ബിന്നൂനി അഫീഫ. അഫീഫയായ നൂന് കൊണ്ട് മുസ്തഖ്ബിൽ മഅറൂഫ് മുസ്തഖ്ബിലാണ്. മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പ്രവൃത്തിയാണ്, പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല. അംറ്, നഹിയ. അംറ് കൽപ്പനയാണ്, നഹിയ നിരോധന കൽപ്പനയാണ്. മുസ്തഖ്ബിൽ വരാൻ പോണ കാലത്ത് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അർത്ഥം കേട്ടാൽ മനസ്സിലാവും. മഅറൂഫാണ്, ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ എന്ന് അറിയും. ബിന്നൂനി അഫീഫ. അഫീഫയുടെ തൗക്കീദായ നൂന് കൊണ്ടാണ് മുസ്തഖ്ബിലും മഅറൂഫും നമ്മൾ പറയാൻ പോകുന്നത്. ല യഫ്അലൻ, നിശ്ചയമായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കും. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് മുസ്തഖ്ബിലാണ്. അഫീഫയുടെ നൂന് പ്രവേശിക്കുമ്പോൾ ആദ്യത്തിൽ ഫതഹാക്കപ്പെട്ട ലാമ വരും. ല യഫ്അലൻ. ഇതിന് ഒരു പ്രത്യേകതയും. സാധാരണ നാം പഠിച്ചത് 14 സിയകളാണ്. ഇതിന് 8 സിയകളുള്ളൂ. ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് സർഫ് ചെയ്തു നോക്കാം. ല യഫ്അലൻ, ല യഫ്അലുൻ, ല തഫ്അലുൻ, ല തഫ്അലൻ, ല തഫ്അലൻ, ല തഫ്അലിൻ, ല ഉഫ്അലൻ, ല നുഫ്അലൻ. നിശ്ചയമായും അവനൊരു പുരുഷൻ. ല യഫ്അലൻ, അവനൊരു പുരുഷൻ പ്രവർത്തിക്കും. ല തുഫ്അലൻ, നിശ്ചയമായും അവർ പല പുരുഷന്മാർ പ്രവർത്തിക്കും. അതിൻ്റെ ഇടയിലുള്ള ഒരു നൂന് പറഞ്ഞിട്ടില്ല, അത് പ്രവേശിക്കുകയില്ല. അവർ 2 പുരുഷന്മാർ എന്ന് തസ്നിയ, അവർ 2 സ്ത്രീകൾ, നിങ്ങൾ 2 പുരുഷന്മാർ എന്ന് പറയുന്ന ഈ തസ്നിയയിൽ നിന്നും ഈ അഫീഫയുടെ നൂന് പ്രവേശിക്കുകയില്ല. അപ്പോൾ 4 എണ്ണത്തിൽ അഫീഫയുടെ നൂന് പ്രവേശിക്കുകയില്ല. 14-ൽ നിന്നും 4 പോയപ്പോൾ ബാക്കി 10 ആയി. ഇവിടെ 8 ഉള്ളൂ, 2 എണ്ണം കൂടിയുണ്ട്. ആ 2 എണ്ണം അവർ പല സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല എന്നാണ്. ജമ്മു മുഅന്നസ് ഓയിബ്. പല സ്ത്രീകൾ എന്ന് പറയുമ്പോൾ മുഅന്നസാണ്, അവർ എന്ന് പറയുമ്പോൾ ഓയിബ് ആണ്. ജമ്മു മുഅന്നസ് ഓയിബിൽ പ്രവേശിക്കുകയില്ല. ഇവിടെ വേറെ ഒരു ജമ്മു കൂടിയുണ്ട്, ജമ്മു മുഅന്നസ് സാലിർ. നിങ്ങൾ പല സ്ത്രീകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയില്ല, അഫീഫയുടെ നൂന് ഉപയോഗിച്ചിട്ട് പറയുകയില്ല. അപ്പോൾ 4 തസ്നിയകളുണ്ട്. ആ 4 തസ്നിയകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മൊത്തത്തിൽ 6 സിയകളിൽ ഈ നൂന് പ്രവേശിക്കുകയില്ല. അപ്പോൾ 14-ൽ നിന്നും 6 പോയാൽ 8 ആണല്ലോ. ആ 8 എണ്ണമാണ് ഇവിടെയുള്ളത്. ല യഫ്അലൻ, നിശ്ചയമായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കും. ല യഫ്അലുൻ, നിശ്ചയമായും അവർ പല പുരുഷന്മാർ പ്രവർത്തിക്കും. ല തഫ്അലൻ, നിശ്ചയമായും അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കും. ല തഫ്അലുൻ, നിശ്ചയമായി നീ ഒരു പുരുഷൻ പ്രവർത്തിക്കും.
ലതഫ്അലു നിശ്ചയമായി നിങ്ങൾ പല പുരുഷന്മാർ പ്രവർത്തിക്കും. ലതഫ്അലി നിശ്ചയമായി നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും. ലഅഫ്അലൻ നിശ്ചയമായി ഞാൻ പ്രവർത്തിക്കും. ലനുഫ്അലൻ നിശ്ചയമായി ഞങ്ങൾ പ്രവർത്തിക്കും. ഇവിടെ അവർ രണ്ട് പുരുഷന്മാർ, അവർ രണ്ട് സ്ത്രീകൾ എന്ന് പറയുന്ന തെസ്നിയകൾ ഒന്നും ഇവിടെ ഇല്ല. ഈ സിയകളിൽ മാത്രമേ അഫീഫയുടെ നൂന് പ്രവേശിക്കുകയുള്ളൂ. അഫീഫയുടെ നൂനും ഷക്കീലയുടെ നൂനും അർത്ഥം വ്യത്യാസമാണോ എന്ന് സംശയം വരാം. ചെറിയ വ്യത്യാസമുണ്ട്. ഷക്കീലയുടെ നൂനിന് ഷദ് കൂടെ ഉണ്ട്, കുറച്ച് കനപ്പിച്ച് പറയും. അഫീഫയുടെ നൂന് ഒഴുക്കം മട്ടിലും പറയും. ഇനി ഇതിൻ്റെ മംഫി എന്താണെന്ന് നോക്കാം. നിശ്ചയമായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല എന്ന് എങ്ങനെയാ പറയുക? ഫസിലുൻ ഇതൊരു പിരിച്ചിലാണ്. അൽ ഫീലുൽ മുലാരി മഅറൂഫ് മംഫി മുഅക്കദ് ബിന്നൂനി അഫീഫ നഫി മിൻഹു. ഈ മുസ്തഖിബിൽ മഅറൂഫിൽ നിന്നുള്ള നഫിയുടെ ലാ ആണ്. ലാ യഫ്അലൻ എന്നാണ് മുസ്ബത്തിൽ വന്ന ലാമ് പോയിട്ടുണ്ട്. നഫിയുടെ ലാമുള്ളത് കൊണ്ട് ലാ ഇല്ല. ലയഫലൻ എന്നുള്ള ലാ ഇല്ല. ലാ യഫ്അലൻ അങ്ങനെ. നിശ്ചയമായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല. ലാ യഫ്അലുൻ നിശ്ചയമായും അവർ പല പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല. ലാ നഫ്അലൻ തഫ്അലൻ നിശ്ചയമായും അവളൊരു സ്ത്രീ പ്രവർത്തിക്കുകയില്ല. ലാ തഫ്അലൻ നിശ്ചയമായി നീയൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല. ലാ തഫ്അലുൻ നിശ്ചയമായി നിങ്ങൾ പല പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല. ലാ തഫ്അലി നിശ്ചയമായി നീയൊരു സ്ത്രീ പ്രവർത്തിക്കുകയില്ല. ലാ അഫ്അലൻ നിശ്ചയമായി ഞാൻ പ്രവർത്തിക്കുകയില്ല. ലാ നഫ്അലൻ നിശ്ചയമായി ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല. കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. തസ്നിയകളിൽ നൂന് പ്രവേശിക്കുകയില്ല. ജമ്മു മുഅന്നസിലും പ്രവേശിക്കുകയില്ല. ഇവിടെ അർത്ഥത്തിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായില്ലേ? മുസ്തഖിബിൽ മുസ്ബത്താണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് മുസ്തഖിബിൽ മഅറൂഫ് മംഫിയാണ്. ഇത്രയും ആണ് ഈ ക്ലാസ്. ഇനി നമുക്ക് മജ്ഹൂല് നോക്കാം. അഫീഫയുടെ നൂന് മജ്ഹൂല് പ്രവേശിച്ചാൽ എങ്ങനെയാണെന്ന് നോക്കാം. വസിലുൻ ഇതൊരു വസിലാണ്. അൽ ഫീലിൽ മുലാരി മജ്ഹൂല് മുസ്ബത്ത് മുഅക്കദ് ബിന്നൂനി അഫീഫ. മുലാരിയായ മജ്ഹൂല് മുസ്ബത്തായ ഫീലിൽ അഫീഫയുടെ നൂന് പ്രവേശിച്ചാൽ ഉദാഹരണം ലയുഫ്അലൻ പോലെ നേരത്തെ പറഞ്ഞതുപോലെ 8 വാക്കുകൾ ഉണ്ടാവുകയുള്ളൂ. ഹുവ ഹും ഹിയ അൻത അൻതും അൻതി അന നെഹ്നു. ഒന്നാമത്തെ വരി ഓയിബാണ്. രണ്ടാമത്തെ വരി ഹാലിറാണ്. മൂന്നാമത്തെ വരി മുത്തക്കല്ലിമായിരിക്കും. അവനൊരു പുരുഷൻ. ലയുഫ്അലൻ അവനൊരു പുരുഷൻ തീർച്ചയായും പ്രവർത്തിക്കപ്പെടും. ലയുഫ്അലൻ അവർ കുറേ പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടും. ലതുഫ്അലൻ ലതഫ്അലൻ അവളൊരു സ്ത്രീ പ്രവർത്തിക്കപ്പെടും. ലതുഫ്അലൻ അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടും. ലതുഫ്അലിൻ നീ ഒരു സ്ത്രീ പ്രവർത്തിക്കപ്പെടും. ലഉഫ്അലൻ തീർച്ചയായും ഞാൻ പ്രവർത്തിക്കപ്പെടും. ലയുഫ്അലൻ തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കപ്പെടും. ഫസിലുൻ അൽ ഫീലുൽ മുലാരി മജ്ഹൂല് മംഫി മുഅക്കദ് ബിന്നൂനി ലഫീഫ നഫിയു മിൻഹു നഹ്നു. മജ്ഹൂലാക്കപ്പെട്ട ഫീലിനെ നഫിയാക്കിയാലുള്ളതാണ്. അതായത് മുലാരിയായ ഫീലിൽ മജ്ഹൂല് മംഫി പ്രവേശിച്ചാൽ, അതിൽ അഫീഫയുടെ നൂന് പ്രവേശിച്ചാൽ വായിക്കേണ്ട രൂപം ഇങ്ങനെയാണ്. ലാ യുഫ്അലൻ പോലെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും 8 വാക്കുകൾ ഉണ്ടാവുകയുള്ളൂ. ഹുവ ഹും ഹിയ അൻത അൻതും അൻതി അന നെഹ്നു. എങ്ങനെ സറഫാക്കാനെന്ന് നോക്കാം. ലാ യുഫ്അലൻ ലാ യുഫ്അലുൻ ലാ തുഫ്അലൻ ലാ തുഫ്അലൻ ലാ തഫ്അലൻ ലാ തുഫ്അലുൻ ലാ തുഫ്അലിൻ ലാ ഉഫ്അലൻ ലാ നുഫ്അലൻ. തീർച്ചയായും ലാ യുഫ്അലൻ തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെടുകയില്ല. ഇങ്ങനെ സറഫാക്കി പഠിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.